നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെന്നൈയിലെ കാഴ്ചകളും അവിടുത്തെ നല്ല ഓർമ്മകളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കുടുംബവും കാലങ്ങളായി ചെന്നൈയിൽ ടി നഗർ എന്ന സ്ഥലത്ത് സ്ഥിര താമസമാക്കിയിട്ടുണ്ട്. അവരെ സന്ദർശിക്കാനായി 1994 പോയപ്പോഴും മറ്റൊരു കസിൻ്റെ മകളുടെ വിവാഹത്തിന് 2004 പോയപ്പോഴും ഒക്കെയായി ചെന്നൈയിലെ ഒരുവിധപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. തമിഴ്നാട്ടിൻ്റെ തലസ്ഥാനമാണ് ചെന്നൈ. പഴമയും നവീനതയും ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹര നഗരം തന്നെയാണിത്. ഇവിടെ കാണാൻ കഴിയുന്ന ചില അപൂർവ കാഴ്ചകളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകളുടെ സൗകുമാര്യത നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടത് തന്നെയാണ്. മൈലാപ്പൂർ കാവാലേശ്വരി ക്ഷേത്രം. പല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ധാവണിയിലുള്ള ശില്പകലയുടെ ഉദാഹരണമാണ്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഗോപുരം രാത്രിയിൽ പ്രകാശപൂരിതമായി നിലകൊള്ളുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ക്ഷേത്ര പരിസരത്ത് ധാരാളം ശിവഭക്തർ ഭക്തിഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് അവിടെ. ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങൾ, പരിസരത്തെ പൈതൃക വീടുകൾ ഇവ ആരെയും ഭക്തവിവശരാക്കും. മദ്രാസ് ഹൈക്കോടതി കെട്ടിടം. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഹൈക്കോടതികളിൽ ഒന്നായ ഇവിടം റെഡ് ബ്രിക്ക് ആർക്കിടെക്ചറിൻ്റെ വിശേഷതകളാൽ പ്രസിദ്ധമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഗോതിക് ഇൻഡോ സറാനിക് ശൈലി കാണാൻ കഴിയുന്ന അപൂർവമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. മെറീന ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരങ്ങളിൽ ഒന്നാണ് മെറീന ബീച്ച്. അതിരാവിലെ ഉണരുന്ന ഈ നഗരം കാണുമ്പോൾ അതിൻ്റെ തിക്കും തിരക്കും ആത്മാവും നമുക്കും അനുഭവത്തിൽ വരുന്നതായി തോന്നും. കടൽ തീരത്തിൽ നടത്തുന്ന ചായക്കടകളിലെ കടക്കാരുടെ തിക്കും തിരക്കും ആളുകളുടെ രാവിലെ തുടങ്ങിയുള്ള മുന്നോട്ട് കുതിക്കലുമെല്ലാം കാണുമ്പോൾ കടലിൻ്റെ കാഴ്ചകൾ കാണാനെത്തുന്ന ആവേശമാണ്. ഒരു ജനസാഗരം പോലെ അവിടം ഒഴുകുന്നതായി കാണാം. ഗവൺമെൻറ് മ്യൂസിയം. ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും പഴയ മ്യൂസിയമാണ്. ഇവിടെയുള്ള ബ്രോൺസ് ശില്പങ്ങളും ദക്ഷിണേന്ത്യൻ പുരാതന അവശിഷ്ടങ്ങളും അപൂർവമാണ്. ചോളകാല ശില്പങ്ങൾ, തഞ്ചാവൂർ ബ്രോൺസുകൾ, കൊലൂസിയം പോലെയുള്ള ഗാലറികൾ എന്നിവയെല്ലാം ഇവിടുത്തെ അപൂർവ കാഴ്ചകളാണ്. പ്രസിഡൻസി കോളേജ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ സർക്കാർ ആർട്സ് കോളേജുകളിൽ ഒന്നാണിത്. 1840 മദ്രാസ് പ്രിപ്പറേറ്ററി സ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന് സമ്പന്നമായ ചരിത്രവും വിദ്യാഭ്യാസത്തിൽ വലിയ സംഭാവനകളുമുണ്ട്. പ്രസിഡൻസി കോളേജ് 1840 ഒക്ടോബറിൽ എറിൻബറോ ഹോമിൽ ആരംഭിച്ചു. ഇത് പിന്നീട് ഹൈസ്കൂളായി. അത് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് കോളേജായി അത് വികസിച്ചു. 1857 മദ്രാസ് സർവകലാശാല സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ കോളേജ് അതിൻ്റെ ആദ്യ അനുബന്ധ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറി. 1870 കോളേജിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനമായ മെറീന ബീച്ചിൻ്റെ എതിർവശത്ത് അത് കൈവരിച്ചു. വിവിധതരം അക്കാഡമിക് പ്രോഗ്രാമുകൾ ഈ കോളേജിൽ നടത്തുന്നുണ്ട്. പ്രസിഡൻസി കോളേജ് മദ്രാസ് സർവകലാശാലയുമായി അനുബന്ധിതമാണ്. 2023 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം ഇന്ത്യയിലെ കോളേജുകളിൽ 3-ാം സ്ഥാനത്ത് അത് ഇടം പിടിച്ചു. ഭാഗ്യവശാൽ കോളേജ് അധ്യാപകർക്ക് വേണ്ടി UGC നടത്തിയ ഒരു റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കാനായി ഒരു മാസം എനിക്കും ആ കോളേജിൽ കഴിയാനുള്ള സൗകര്യം ലഭിച്ചിരുന്നു. ഇത് ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രസിഡൻസി കോളേജിൻ്റെ ആധുനികതയും ചരിത്രപരമായ ആകർഷണവും നിരവധി സിനിമകളുടെ ചിത്രീകരണ സ്ഥലമായി മാറാൻ അതിനെ ഇടയാക്കി. മൗനരാഗം, നായകൻ, നൻപൻ തുടങ്ങിയ സിനിമകൾ ഇവിടെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി. ശാന്തതയുടെ തണൽ പോലെ ആധ്യാത്മികതയും പ്രകൃതിയും ചേർന്ന ഈ പ്രദേശം പുറമേ നിന്നൊരു വലിയ ആകർഷണം തോന്നില്ലെങ്കിലും ഉള്ളിൽ കടന്നാൽ മനസ്സിലൊരു തണുപ്പുള്ള അനുഭൂതി അനുഭവിക്കാം. 400 വർഷം പഴക്കമുള്ളൊരു വലിയ ബനിയൻ മരം, ആത്മീയമായ ഒരു അന്തരീക്ഷം എന്നിവ സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. പാരീസ് കോർണർ. പഴയ പുസ്തകങ്ങളുടെയും കഫേകളുടെയും തട്ടകമാണിവിടം. പുസ്തകം പ്രേമികൾക്കായിട്ടുള്ള വളരെ ഒരു വലിയ സമ്മാനം കൂടിയാണ് ഈ പ്രദേശം. പഴയ പുസ്തകങ്ങൾ, പഴയ മാപ്പുകൾ, പ്രിൻ്റുകൾ എന്നിവ എല്ലാം കിട്ടുന്ന ഒരു അപൂർവ ഇടം കൂടിയാണ് പാരീസ് കോർണർ. എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത എപ്പിസോഡിൽ
കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.